മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കി സംസ്ഥാനത്തെ കസ്റ്റഡി മർദ്ദനങ്ങൾ. തുടർച്ചയായി പോലീസ് മർദ്ദന വാർത്തകൾ പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ആരോപണ വിധേയർക്ക് എതിരെ അച്ചടക്ക നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. അതേസമയം പോലീസ് മർദ്ദനത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ, നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കർശനമായി നടപടി സ്വീകരിക്കും. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കുന്ന വാർത്തകൾ തുടർച്ചയായി വരുന്നത് ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ വലിയ ജനവികാരം പൊതുവിൽ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇത് തങ്ങൾക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഒരു അവസരമായി കൂടി കാണുകയാണ്. വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് സംസ്ഥാന വ്യാപകമായി UDF-ഉം കോൺഗ്രസും ആസൂത്രണം ചെയ്യുന്നത്. നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടമില്ല, ആ ഭരണം മോശപ്പെട്ടതാണ് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പോലും നേരത്തെ ഉയർന്നു വന്നാണ്. ഇപ്പോൾ തുടർച്ചയായി കസ്റ്റഡി മർദ്ദന വാർത്തകൾ പുറത്തുവരുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി കഴിയുന്നില്ല എന്ന വിമർശനമായി കൂടി അത് മാറുകയാണ്. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് UDF തയ്യാറെടുക്കുമ്പോൾ അതെങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണ്. പോലീസിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ്, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വലിയൊരു സേനയാണ്, അതിൽ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങൾ ഇടിയൻ പോലീസുകാരായി മാറുന്നുവെന്ന പ്രതിരോധമുണ്ട്. പക്ഷേ എത്രത്തോളം അത് ഫലം കാണുമെന്ന് പറയാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള ജനവികാരം ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഉണ്ടാകുമ്പോൾ പലതും ഈ കസ്റ്റഡി മർദ്ദനത്തെ തെളിവായി പോലീസ് സ്റ്റേഷനുകളിലെ CCTV-കൾ തന്നെ മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ, നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ പോലും അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ, അത് വലിയൊരു ജനവികാരമാക്കി വളർത്തിയെടുക്കാൻ കോൺഗ്രസ് ബോധപൂർവം ശ്രമിക്കുന്നുമുണ്ട്. അത് വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. പൊതുവിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയസാഹചര്യം സംസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദവും ഒക്കെ ഉയർന്നു വന്നതോടുകൂടി ഉണ്ടാകുന്നു എന്ന വിലയിരുത്തൽ വരുമ്പോഴാണ് സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി, പ്രതിസന്ധിയിലാക്കി ഈ വിവാദം കൂടി പടർന്നു പിടിക്കുന്നത്. അതെങ്ങനെ മറികടക്കാം എന്നൊരു ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ കസ്റ്റഡി മർദ്ദനങ്ങളെ തള്ളി രംഗത്ത് വന്നിരുന്നു. കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ അത്തരം കിരാതമായ ഇടിയൻ പോലീസ് മുറകൾ പ്രയോഗിക്കുന്ന ഇടിയൻ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അടുത്ത നടപടികളിലൂടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര വകുപ്പ്. അതേസമയം അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമായത് മാറുകയും ചെയ്യുന്നു. കാരണം എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഈ രീതിയിൽ മറികടക്കാനാവുന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ സർക്കാരിനും CPM-നുമില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഏത് തരത്തിൽ ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇത്തരം നിരവധി പരാതികൾ, CPM നേതാക്കളുടെ പരാതികൾ പോലും പോലീസിനെതിരെ ഉണ്ട്. പോലീസുകാർ മോശമായി പെരുമാറുന്നതും ഇത്തരത്തിൽ കസ്റ്റഡിയിലും അല്ലാതെ കസ്റ്റഡി എടുക്കാൻ വരുമ്പോഴുമൊക്കെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നതും മോശം ഭാഷ ഉപയോഗിക്കുന്നതുമൊക്കെ വലിയ പരാതികൾ CPM-നുള്ളിൽ തന്നെയുണ്ട്. CPM നേതാക്കൾ ഇതിനകം പരാതിയുമായി രംഗത്ത് വന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി മാറുന്നതിന് മുമ്പ് അതിൽ നിന്ന് പുറത്തെടുക്കാനുള്ള വഴികളാണ് ആഭ്യന്തര വകുപ്പും CPM-ഉം തേടുന്നത്. പത്തനംതിട്ട അടൂരിൽ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി. ദളിത് സംഘടനാ നേതാവും റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ബാബുവാണ് അടൂർ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ പരാതി നൽകിയത്. കാലിലും ശരീരത്തിലും ബൂട്ടിട്ട് ചവിട്ടി മർദ്ദിച്ചുവെന്നാണ് പരാതി. സാമ്പത്തിക തർക്കം പരിഹരിക്കാനാണ് ദളിത് സംഘടനാ നേതാവും റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ പള്ളിക്കൽ സ്വദേശി ബാബു മെയ് 27-ന് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പരാതി CIയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കി. തുടർന്ന് പരാതിയില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് CI സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. പിന്നാലെ എത്തിയ SI അനൂപ് ചന്ദ്രൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ച ശേഷം ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചുവെന്നാണ് ബാബുവിന്റെ പരാതി. ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും കാലിൽ വളരെ നികൃഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി അത് മുറിവിന് മരുന്ന്, അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും ബാബുവിന്റെ ഭാര്യ കരഞ്ഞു പറഞ്ഞെങ്കിലും ഭാര്യയും SI അസഭ്യം പറഞ്ഞുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു.
മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും എസ്ഐക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ബാബു. ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. സംഭവത്തിന് പിന്നാലെ എസ്ഐയെ സ്ഥലം മാറ്റിയെന്നും ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ സമീപിക്കുന്നുണ്ടെന്നും ബാബു പറയുന്നു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ട് തേടിയെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. നടപടിയെടുക്കാതെ പോലീസ്. 2022 മധു ബാബു തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിച്ചുവെന്നാണ് കേസ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകാതെ വന്നതിനെ തുടർന്ന് പരാതിക്കാരൻ ആയ തൊടുപുഴ സ്വദേശി മുരളീധരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മധു ബാബു മുരളീധരനെ തെറി പറയുന്ന ശബ്ദവും പുറത്തു വന്നിട്ടുണ്ട്. 2022 ഡിസംബറിലാണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന മധു ബാബു മലങ്കര സ്വദേശിയായ മുരളീധരനെ മർദ്ദിച്ചത്. തൊടുപുഴ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ വനിതാ നേതാവിനെതിരെ സമൂഹമാധ്യമത്തിൽ മോശമായ രീതിയിൽ പ്രചരണം നടത്തിയതിനെതിരെ നേതാക്കൾ മുരളീധരനെതിരെ പരാതി നൽകിയിരുന്നു. ഈ കേസിലാണ് മുരളീധരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ തൊടുപുഴ ഡിവൈഎസ്പി വയർലെസ് സെറ്റ് എടുത്തെറിയുകയും മുഖത്തടിക്കുകയും ബൂട്ടിന് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തതെന്നാണ് പരാതി. അദ്ദേഹം വളരെ സുഖിതനായിട്ട് ചാടി എണീറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സഹിതം വീണു കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു പിടിച്ചേൽപ്പിക്കാൻ അവനെന്നും പറഞ്ഞ് പിടിച്ചേൽപ്പിച്ച് വന്ന വഴി ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എന്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. അതിലും ഞാൻ മറിഞ്ഞു വീണു. മുരളീധരനെ തെറി പറയുന്ന മധുബാബുവിന്റെ ഓഡിയോയും പുറത്തു വന്നു. മർദ്ദനത്തെ തുടർന്ന് മുരളീധരൻ ആശുപത്രിയിലെത്തിയെങ്കിലും മധുബാബു ഇടപെട്ട് ചികിത്സ തുടരാൻ അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് മുരളീധരൻ തുടർ ചികിത്സ ഉറപ്പാക്കിയത്. മധുബാബുവിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. തുടർന്ന് മുരളീധരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ചുവെന്നതടക്കം നിരവധി ആരോപണങ്ങൾ മധുബാബു നേരിടുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി.